അപ്പോൾ നമ്മൾ ഒരു അഡാറ് സംഭവം കാണാൻ പോവാണ് നമ്മുടെ മമ്മൂക്കയിൽ നിന്ന്. അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ജീവിതകഥ സിനിമയാക്കാൻ പോവാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹം കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നാദൃശ്യമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുണ്ടായി, അപ്പയുടെ ജീവിതകഥ എന്തായാലും സിനിമയാക്കുവാണെങ്കിൽ അതിൽ നായകനായി, അതായത് അപ്പയുടെ ക്യാരക്ടർ ഈ CM ആയിട്ട് വരാൻ ഏറ്റവും ആപ്റ്റ്, ഏറ്റവും എന്താ പറയുക നല്ലൊരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്കയാണെന്നാണ് നമ്മുടെ ചാണ്ടി ഉമ്മൻ സാറ് പറഞ്ഞത്. അത് ശരി, കാരണം ഈ ചരിത്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഇന്ന് മലയാള സിനിമയിൽ മമ്മൂക്കയല്ലാതെ വേറൊരു നടനെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. നമുക്കറിയാം അംബേദ്കർ, അതുപോലെ തന്നെ പഴശ്ശിരാജ, ചന്തു, അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത, അതുപോലെ മധുരകളിലെ ബഷീർ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇതൊന്നും മറ്റൊരു താരത്തിന് ഇനി എത്ര സൂപ്പർ സ്റ്റാർ ഉണ്ട് പറഞ്ഞാലും എത്ര മികച്ച നടന്മാരുണ്ട് പറഞ്ഞാലും മമ്മൂക്ക ചെയ്യുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അത്രത്തോളം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചിട്ട് ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണത കൊണ്ടുവരാൻ മറ്റൊരു താരത്തിനും കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പിച്ചു തരാം. അതുകൊണ്ട് തന്നെ ആവും അദ്ദേഹം പറഞ്ഞത് മമ്മൂക്കയാകും ഏറ്റവും ഇത് ചെയ്യാൻ. ഇത് എന്താ പറയുക, ഏതാളെ കുറിച്ച് പറയുകയാണെങ്കിലും ഏത് ഇനി പൊളിറ്റീഷ്യനായാലും സിനിമാക്കാരും മമ്മൂക്ക ചെയ്താൽ ആ കഥാപാത്രം എത്രത്തോളം ഭംഗിയാക്കാവുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു സ്ഥാനത്ത് വേറെ ഒരാളെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്തായാലും അധികം വൈകാതെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ പഴയ പറയാൻ പറ്റില്ല, അത്രത്തോളം നമ്മളെ സ്വാധീനിച്ചൊരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ സിനിമയാക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, അപ്രവാളികളിൽ വലിയൊരു എന്താ പറയുക സംഭവം തന്നെ ആവുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുക ആ ഒരു കഥാപാത്രം മമ്മൂക്ക അവതരിപ്പിക്കാനും അങ്ങനെ ഒരു ജീവിതകഥ സിനിമയാക്കുന്നതിലും നമ്മൾക്ക് ഒരുപാട് അഭിമാനിക്കാം, സന്തോഷിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത്, കാരണം നിങ്ങൾക്ക് പല ആളുകൾക്കും പല അഭിപ്രായം ഉണ്ടാകും. അപ്പോൾ അഭിപ്രായം എഴുതുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.